ഹായ്, ഞാൻ ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പുറത്ത് ആകെ കാണുന്നത് നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റ് മാത്രമാണ്. ഇവിടെ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം കിട്ടാനായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ഈ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൻ്റെ അടിയിലാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് അതിൻ്റെ ഒരു ഫിൽട്ടർ യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനോടുകൂടി ഒരു പ്രഷറൈസ്ഡ് ഒരു സ്റ്റോറേജ് ടാങ്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് എല്ലാം ഫിൽറ്റേർഡ് ആയിട്ട് ഇവിടെ നമുക്കൊരു 8 ലിറ്റർ മുതൽ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു 13 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഓൾറെഡി ഇത് ഫിൽറ്റേർഡ് ആയിട്ട് ഇതിലൊരു 13 ലിറ്ററോളം നമുക്ക് വെള്ളം എപ്പോഴും സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മുകളിലെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റേർഡ് ആയിട്ടുള്ള വെള്ളം നമുക്ക് മുകളിലേക്ക് കിട്ടും. ഇനി ആ വെള്ളം കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിലൊരു പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ഫിൽറ്റേർഡ് ആയിട്ട് വെള്ളം അതിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം എടുക്കണമെങ്കിൽ നമുക്കത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്കതിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാട്ടർ പ്യൂരിഫയർ പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ മുകളിലത്തെ കുറേ സ്പേസസ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് അവൈലബിൾ അല്ല. പക്ഷെ അതിൽ തന്നെ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള ഫിൽട്ടർ യൂണിറ്റ് വെക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ കോർപ്പറേഷൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അതിൽ ചെറിയ കരടുകൾ സംഭവങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫിൽട്ടർ യൂണിറ്റാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ ഒരു വർഷം മുമ്പാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്കൊരു $13,000 നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വട്ടം ഒക്കെ നമുക്ക് അതിൻ്റെ ഫിൽറ്റർ മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഭയങ്കര നല്ല ഒരു പ്യൂരിഫയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.